ഹായ് ഹലോ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ സ്നാക്സിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ബോൺലെസ് ചിക്കൻ 100 ഗ്രാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മൈദ, ഒരു മുട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, സവാള. കഴുകി വെച്ച ചിക്കനിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഒരു നുള്ളു ഉപ്പ്. ഇവ ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ, ഒരു മുട്ട, ഒരു ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ സവാള നന്നായി വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കേണ്ട ടൈമാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1 നുള്ള്. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസാക്കാം. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇടാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ മൈദ,
കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മൈദ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഒന്ന് ആക്കിയെടുക്കാം. ഇത് ഒട്ടിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു ആപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് ദോശ ചുട്ടെടുക്കണം. അതൊന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ദോശ എടുക്കാം. ഇനി ദോശയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വീതം ഇട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഒന്ന് മടക്കാം. അങ്ങനെ സ്ക്വയറാക്കി എടുക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മൈദ ബാറ്റർ നമുക്ക് നെക്സ്റ്റ് ബാച്ച് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കാം. മൈദ വെച്ച് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്ത് നന്നായിട്ട് മൈദ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ സ്നാക്കൊക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇനി ഓരോന്നായി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്നാക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടും ഇടാവുന്നതാണ്. അതും ടേസ്റ്റാണ്, കാണാനൊരു ഭംഗിയാണ്. ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കാണാനായിട്ടെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്നാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചിക്കൻ ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട. ഒരു എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചാലും ഒരു എഗ് പഫ്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലായിരിക്കും ഇത് കിട്ടുക. നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ്. ചായക്കൊക്കെ ഈവനിങ് സൂപ്പറായിരിക്കും. ഇഫ്താറിനൊക്കെ നന്നായിട്ട് പോകുന്നൊരു സ്നാക്കായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ സ്നാക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ. ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.